നമ്മുടെയൊക്കെ ജീവിതത്തിലും അമ്മയോടൊക്കെ ഉള്ള അതിറ്റ സ്നേഹത്തെ പ്രതി നമ്മളൊക്കെ ജപമാല ചെല്ലുന്നവരാണ്. ജപമാലയിലൂടെയാണ് കുടുംബ ബലിയർപ്പണം നടത്തുക. കർത്താവിൻ്റെ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാത്ത, ജപമാല ചൊല്ലാത്ത ഏതെങ്കിലും ഭവനമുണ്ടെങ്കിൽ അവിടെ പിശാച് വന്ന് കയറും. സമയമില്ലാത്തത് കൊണ്ടാണ് ജപമാല ഇന്ന് ഒഴിവാക്കിയത് എന്ന് പറയുമ്പോൾ, അങ്ങനെയുള്ള ഭവനങ്ങളിലെ അമ്മമാരോട് പ്രത്യേകമായി ഞാൻ താഴ്മയോട് അപേക്ഷിക്കുകയാണ്. സമയമില്ലാത്ത, ജപമാല ചെല്ലാൻ പറ്റാത്ത ഏതെങ്കിലും ഭവനങ്ങളുണ്ടെങ്കിൽ അന്ന് അത്താഴം മുടക്കണം. കൊന്ത ചെല്ലാൻ സമയമില്ല, അപ്പോൾ അത്താഴം അത് പാകം ചെയ്യണം, അത് പാത്രം കോരണം, ചോറ് വിളമ്പണം, കറി വിളമ്പണം, അത് ഭക്ഷിക്കണം. അതിനും സമയമില്ലാതെ വരുമ്പോൾ ജപമാലയും ചെല്ലണ്ട, ഭക്ഷണവും കഴിക്കണ്ട. അങ്ങനെയുള്ള വീടുകൾ അനുഗ്രഹിക്കപ്പെടും എന്നാണ്. ഉപവാസം എടുത്തിട്ടാണ്. ഇപ്പോൾ കിടക്കുമ്പോഴെങ്കിലും അമ്മേ എന്ന് വെച്ചിട്ട് വയ്യ എന്ന് പറയും. പട്ടിണി കിടക്കാനല്ല പറയുന്നത്, ജപമാല ചെല്ലാൻ സമയമില്ലെങ്കിൽ അത്താഴവും വേണ്ട. ആണുങ്ങൾ ചിലപ്പോൾ സമ്മതിക്കില്ല, പക്ഷേ പെണ്ണുങ്ങൾ അതിൽ ഉറച്ചു നിൽക്കണം. കുട്ടികളോട് പറയണം, ഇന്ന് ജപമാല ചെല്ലാൻ സമയമില്ലാത്തത് കൊണ്ട് ഇന്ന് ഞാൻ അത്താഴം വെച്ചിട്ടില്ല. പെരുന്നാൾ, കല്യാണം ഇതൊക്കെ വരുമ്പോൾ ഒരു അപവാദമാണ്. കല്യാണത്തിൻ്റെ ആകെ തിക്കും തിരക്കും ബഹളാണ്. ഇപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. കല്യാണത്തിന് ബാൻഡ് സെറ്റും കുട്ടി അവള വരുമ്പോൾ, തുള്ളിച്ചാടി കളിച്ച് വരുമ്പോൾ എവിടെ വന്ന ചെല്ലാൻ സമയം. അപ്പോൾ തീർച്ചയായിട്ടും ജപമാലയിലൂടെയാണ് ഇന്ന് ഈ ലോകം ഒരു ഭവനങ്ങൾ രക്ഷപ്പെടുക. ജപമാല ചൊല്ലുമ്പോൾ നിങ്ങളോട് എനിക്കൊരു വിനീത മറ്റൊരു അപേക്ഷയാണ്. നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന ആ പ്രാർത്ഥന ചെല്ലുമ്പോൾ അതിനൊരു വിരസതയുണ്ട്. അപ്പോൾ വ്യക്തിപരമായിട്ട് കൊന്ത ചെല്ലുമ്പോൾ എൻ്റെ ഒരു ചെറിയ കണ്ടുപിടുത്തമാണ് എന്ന് പറയാം. ഞങ്ങളുടെ സെമിനാരിയിലെ, തോപ്പ് സെമിനാരിയിലെ ബഹുമാനപ്പെട്ട ആൻ്റണി മാളിയേക്കലച്ചൻ 28 കൊല്ലം തോപ്പ് സെമിനാരിയിലെ റെക്ടറച്ചനായിരുന്ന ആ അച്ഛൻ്റെയൊക്കെ ആശീർവാദത്തോടു കൂടി ഞാൻ എൻ്റെ സ്വന്തം ചെറിയ കണ്ടുപിടുത്തത്തോടു കൂടിയിട്ട് ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന് ചെല്ലുമ്പോഴും യേശുവിൻ്റെ രഹസ്യം അതിൽ ഞാൻ കൂട്ടിച്ചേർക്കും. ഉദാഹരണത്തിന്, നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങയുടെ ദൈവത്തിന് ഫലമായ ഒന്നാം രഹസ്യമാണ് മനുഷ്യാവതാരം ചെയ്ത ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഇപ്പോൾ നമുക്ക് ആ കൊന്ത ചെല്ലുന്ന സമയത്ത് 10 നന്മ നിറഞ്ഞ മറിയമേ എന്ന് ചെല്ലുന്ന ആ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയ്ക്കിടയ്ക്ക് മനുഷ്യാവതാരം ചെയ്ത, അപ്പോൾ ലോകരക്ഷകനായ ഈശോ ലോകത്തിൻ്റെ ചരിത്രത്തെ 2ആയി വിഭജിച്ചുകൊണ്ട് അമ്മയുടെ ഉദരത്തിലാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് ഉണ്ണീശോ വന്ന് പിറന്നത് എന്ന് അത്രയും ദീർഘിച്ചിട്ടൊന്നും നമ്മൾ ധ്യാനിക്കുന്നില്ല. പക്ഷേ മനുഷ്യാവതാരം ചെയ്ത ഈശോ എന്ന് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ആ ഒന്നാം രഹസ്യം നമ്മൾ ധ്യാനിക്കുകയാണ്. ഓരോ നന്മ നിറഞ്ഞ മറിയമേ ചെല്ലുമ്പോഴും ആ രഹസ്യം നമ്മൾ ധ്യാനിക്കാനായിട്ട് സഹായിക്കണം. 2ആം രഹസ്യം, യൂദയായിലേക്ക് ഓടി തിടുക്കത്തിൽ എലിശമ്മയെ സഹായിക്കാൻ പോകുന്ന അമ്മയാണ് നമ്മൾ ധ്യാനിക്കുക. അവിടെ 2ആം രഹസ്യത്തിൽ പരസ്നേഹത്തിന് പ്രേരിപ്പിച്ച ഈശോ. അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ ഈശോ ഉരുവായിരിക്കുന്നു. ആ ഉരുവായ ഈശോ 3-ാം മാസമായിരിക്കുമ്പോഴാണ് 6-ാം മാസം എത്തിയ ഗർഭിണിയായ എലിശമ്മയെ സഹായിക്കാനായിട്ട് അമ്മ ഓടുന്നത്. 300 കിലോമീറ്ററാണ് ഓടുന്നത്. നിങ്ങളൊരു 100 മീറ്റർ ഓടി നോക്കിയാൽ നിങ്ങൾ അപ്പോൾ ശവക്കുഴിയിലേക്ക് എത്തും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 300 കിലോമീറ്റർ മാതാവ് തിടുക്കത്തിൽ ഓടിയെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓടുകയാണ് കേട്ടോ പാവം. അത് പാവം ഇങ്ങനെ റോഡൊന്നുമില്ല, കുന്നുമലയൊക്കെ ചാടി ഓടി കയറി അവിടെ സ്ഥലം വഴിയൊക്കെ അറിയാവുന്നത് കൊണ്ട് നസ്രത്തിൽ നിന്ന് 300 കിലോമീറ്റർ അകലെയുള്ള യൂദയായിലേക്ക് എലിശമ്മയെ സഹായിക്കാൻ അതിന് പ്രേരണ നൽകുന്ന ഈശോയാണ്, ഉദരത്തിലിരിക്കുന്ന ഈശോയാണ്. നമ്മൾക്ക് പ്രേരണ നൽകുന്നത് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ഈശോയാണ്. അപ്പോൾ സേവനം ചെയ്യുവാൻ പരസ്നേഹത്തിന് പ്രേരിപ്പിച്ച ഈശോ. 3-ാമത്തെ രഹസ്യമാണ് പുൽക്കുട്ടിൽ വന്ന് പിറന്ന ഈശോ. 4-ാമത്തെ രഹസ്യമാണ് ജെറുസലേം ദേവാലയത്തിൽ കാഴ്ചവെച്ച ഈശോ. 5-ാമത്തെ രഹസ്യമാണ് ജെറുസലേം ദേവാലയത്തിൽ 3-ാം ദിവസം കണ്ടെത്തിയ ഈശോ. ഇത് നിങ്ങൾ സ്വയമായിട്ട് വ്യക്തിപരമായിട്ട് ഒറ്റയ്ക്കിരുന്ന് കൊന്ത ചെല്ലുമ്പോൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നിങ്ങൾ കൂട്ടമായിട്ട് സമൂഹമായിട്ട് ചെല്ലുമ്പോൾ, വീട്ടിലിരുന്ന് പള്ളിയിലിരുന്ന് ചെല്ലുമ്പോൾ എല്ലാവരോടും കൂടെ ചെല്ലാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ധ്യാനാത്മകമായിട്ട് കൊന്ത ചെല്ലുവാനായിട്ടുള്ള സഹായമാണ്. ദുഃഖരഹസ്യങ്ങൾ. 1-ാം രഹസ്യം, അങ്ങയുടെ ഫലമായ ഗത്സമേൽ രക്തം ഉയർത്ത ഈശോ.
അപ്പോൾ ഗത്സമേൽ രക്തം ഉയർത്ത ഈശോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ചമ്മട്ടിയടിയേറ്റ ഈശോ, ചമ്മട്ടിയടിയേറ്റ ഈശോ, അങ്ങയുടെ തിരുത്തിൻ ഫലമായ മുൾമുടി ധരിപ്പിക്കപ്പെട്ട ഈശോ, അങ്ങയുടെ തിരുത്തിൻ ഫലമായ ഭാരമേറിയ കുരിശേന്തി നീങ്ങുന്ന ഈശോ, അങ്ങയുടെ തിരുത്തിൻ ഫലമായ കുരിശിൽ കിടന്ന് മരിച്ച ഈശോ. അപ്പോൾ ഈ കുരിശിൽ കിടന്ന് മരിക്കുന്ന ഈശോയൊക്കെ നമ്മൾക്ക് ആത്മ വിചിന്തനം ചെയ്തുകൊണ്ട് ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ ഈ രഹസ്യം ധ്യാനിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലേ? ഈ അമ്മച്ചിക്ക് തീരെ മനസ്സിലാകുന്നില്ല. ആ അമ്മച്ചി സ്വർഗത്തിലാണ്, അമ്മച്ചി സ്വർഗത്തിലാണ്, ഇപ്പോഴും സ്വർഗത്തിൽ. സ്വർഗത്തിൽ നിന്ന് താഴെ പറഞ്ഞത് എന്താ അവിടെ ഈശോയെ കണ്ട? ഈശോ പിതാവായ ദൈവത്തിൻ്റെ വലത്തെ ഭാഗത്ത് എഴുന്നേലിരിക്കുന്നു. ആ ചേച്ചി ഇത് കണ്ടുകൊണ്ടിരിക്കണം. കണ്ടിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ രഹസ്യങ്ങൾ ധ്യാനിക്കുവാനായിട്ട് നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യണം. നിങ്ങൾ സ്വയമായിട്ട് അങ്ങനെ കൊന്ത ചെല്ലുമ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നില്ലേ? നിങ്ങൾ വ്യക്തിപരമായിട്ടുള്ള കൊന്ത ചെല്ലുമ്പോൾ മാത്രമേ സാധിക്കുള്ളൂ. പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ അങ്ങയുടെ ദൈവത്തിൻ ഫലമായ ജോർദാൻ മാമോദീസ സ്വീകരിച്ച ഈശോ, അങ്ങയുടെ ദൈവത്തിൻ ഫലമായ കാനായിൽ ആദ്യത്തെ അത്ഭുതം ചെയ്ത ഈശോ, അങ്ങയുടെ ദൈവത്തിൻ ഫലമായ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് പാപമോചനം നൽകിയ ഈശോ മൂന്നാമത്തെ രഹസ്യമാണ്. നാലാം രഹസ്യം, ഇത് പ്രകാശത്തിൻ്റെ രഹസ്യം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ കാലത്ത് നമുക്ക് വേണ്ടിയിട്ട് ദൈവ വചനങ്ങൾ ഉൾക്കൊള്ളുന്ന സുവിശേഷത്തിൻ്റെ ഉൾപ്പൊരുൾ ഉൾക്കൊള്ളുന്ന ഒരു നാലാമത്തെ പ്രകാശത്തിൻ്റെ ദൈവരഹസ്യങ്ങൾ ധ്യാനിച്ച് കൊന്ത ചെല്ലാൻ നമ്മളെ സഹായിച്ചത് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. നാലാം രഹസ്യം, താബോറിൽ രൂപാന്തരപ്പെട്ട ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അഞ്ചാം ദേവരഹസ്യം, പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. മഹിമയുടെ ദേവരഹസ്യങ്ങൾ, ഒന്നാം ദേവരഹസ്യങ്ങളുടെ ഫലമായ മൂന്നാം നാൾ ഉത്ഥാനം ചെയ്ത ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. മൂന്നാം നാൾ ഉത്ഥാനം ചെയ്തു എന്ന് നിങ്ങൾക്ക് അറിയാലോ. ഈ ചേച്ചി തലാട്ടുണ്ട്, സ്വർഗത്തിൽ നിന്ന് താഴെ വന്നു. അപ്പോൾ മൂന്നാം നാൾ ഉത്ഥാനം ചെയ്ത ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. രണ്ടാം ദേവരഹസ്യം, 40 നാൾ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മൂന്നാം ദേവരഹസ്യം ഏതാവുന്നു? നിങ്ങളൊന്ന് പറഞ്ഞു പറയും. പരിശുദ്ധാത്മാവിനെ അയച്ചു തന്ന ഈശോ. എന്നയച്ചു തന്നത്? എന്നയച്ചു തന്നത് ആണുങ്ങൾ പറയില്ല, പെണ്ണുങ്ങളൊന്നും ഓർക്കണം. ആണുങ്ങളിത് കേൾക്കാൻ തയ്യാറായി. പെന്തക്കോസ്താ ദിവസത്തിൽ ഈശോ വാഗ്ദാനം ചെയ്തത്, നിങ്ങൾ പട്ടണം വിട്ട് എങ്ങും പോകരുതെന്ന് സ്വർഗാരോഹണ സമയത്ത് ബന്ധനയാൽ വെച്ച് തൻ്റെ വത്സല ശിഷ്യന്മാരോട് അരുളി ചെയ്തതനുസരിച്ച് പെന്തക്കോസ്താ ദിവസം പരിശുദ്ധാത്മാവിനെ അയച്ചു തന്ന ഈശോ. അപ്പോൾ മൂന്നാം ദൈവരഹസ്യം, നന്മ നിറഞ്ഞു പറയുമ്പോൾ എനിക്ക് സ്തുതികർത്താവ് എടുത്ത് ഫലമായ പരിശുദ്ധാത്മാവിനെ അയച്ചു തന്ന ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അപ്പോൾ 10 നന്മ നിറഞ്ഞു മറിയും വ്യക്തിപരമായിട്ട് കൊന്ത ചെല്ലുന്ന സമയത്ത് നമ്മൾ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ധ്യാനിക്കാനും പരിശുദ്ധാത്മാവിനെ ഓർക്കാനും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ അയ്യോ കോഴീനെ കെട്ടി കോഴിയുടെ കൂടെ അടച്ചോ എന്നൊക്കെയാവും നമ്മൾ നന്മ നിറഞ്ഞു മറിയമേ എന്ന് ചൊല്ലുമ്പോൾ നമ്മുടെ ചിന്തയിൽ വരിക. ആ ചിന്തയൊന്നും വരാതിരിക്കാനും മാതാവ് നമുക്ക് അനുഗ്രഹം നൽകാനും ഈശോയുടെ ദൈവരഹസ്യങ്ങൾ ധ്യാനിക്കാനും ഇത് നമ്മെ സഹായിക്കണം. നാലാം ദേവരഹസ്യം അമ്മയെ സ്വർഗത്തിലേക്ക് കരയേറ്റ ഈശോ. അഞ്ചാം ദേവരഹസ്യം, അമ്മയെ ത്രിലോകരാജ്ഞിയായി മുടിതിരിപ്പിച്ച ഈശോ. അപ്പോൾ ഇതിങ്ങനെ നിങ്ങളെ ഇനി ഞാൻ 2000 ക്രിസ്തു ജയന്തി ആഘോഷത്തിൻ്റെ സമയത്ത് എനിക്ക് ദൈവം പ്രചോദനം നൽകിയിട്ട് ഞാൻ മിഷനിലേക്ക് ഒരു രക്തസാക്ഷിയാകാനായിട്ട് പോയതിൻ്റെ ചരിത്രമാണ്. എന്നെ ഈ രാജൻ ബ്രദർ എന്നെ ഏൽപ്പിച്ചപ്പോൾ കൊന്തയെക്കുറിച്ച് ഞാൻ പറയും എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. രാജൻ ബ്രദർ ഇവിടെ ഒന്നും കണ്ടില്ല. രാജൻ ബ്രദർ പറഞ്ഞ അച്ഛൻ്റെ മിഷൻ അനുഭവം കൂടെ പറയണം. ഇവിടെ ഞാൻ വന്നപ്പോൾ പ്രേക്ഷിതരൊക്കെ അച്ഛൻ തലയോട് കൊണ്ടുവന്ന അച്ഛാ ആ തലയോട് ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. ഇപ്പോൾ തലയോട് കൊണ്ടുവരാനായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം മാതാവിൻ്റെ ദിവസം, മാതാവിൻ്റെ ആ സമാപന കൊന്ത ദിവസം മാതാവിനെക്കുറിച്ച് പറയണ്ടേ. അപ്പോൾ തലയോട് നിങ്ങൾ തന്നെ ആലോചിച്ചിരുന്നാൽ മതി. നമ്മുടെ തലയോട് എങ്ങനെയാകും മരിച്ചതിന് ശേഷം. നാളെ നമ്മുടെ അന്നദചാത്തത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ പറഞ്ഞത് അന്നദചാത്തത്തിന് ഒരുക്കമായിട്ട് തലയോടൊന്ന് കാണിച്ചാൽ എല്ലാവരുടെയും തല ഇതുപോലെ ആകുമെന്ന് നിങ്ങൾക്ക് ധ്യാനിക്കാനായിട്ട് സഹായിക്കും എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ നിങ്ങളിപ്പോൾ തലയോട് ധ്യാനിക്കാൻ ഇപ്പോൾ ഇന്ന് വേണ്ട, സഹായിക്കാം, പക്ഷേ ഇങ്ങനെയൊക്കെ സഹായിച്ചാൽ മതി. അപ്പോൾ നമുക്ക് മഹാക്രിസ്തു ജയന്തി ആഘോഷിക്കാനായിട്ട് ഞാൻ വലിയ ആഗ്രഹത്തോടു കൂടി ജാഗ്രയിലേക്ക് പോയി. നമ്മുടെ ആൾ സ്വർഗത്തിലേക്ക് മെല്ലെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്വർഗത്തിൽ നിന്നും താഴേക്ക് വരണമെന്ന് അപേക്ഷിക്കുന്നു. താഴേക്ക് വന്ന ഞാൻ വലിയ ആഗ്രഹത്തോടു കൂടി മിഷന് പോയി. എവിടേക്കാണ് പോയത്? കണ്ണടയുള്ള കാരണം കണ്ണടഞ്ഞിട്ടാണെന്ന് അറിയണ്ടത്. എവിടേക്കാണ് പോയത്?
ആളോടൊന്ന് ചോദിച്ചേ, എവിടേക്കാ അച്ഛൻ പോയത്? വലിയ ആഗ്രഹത്തോടു കൂടി മിഷൻ പ്രവർത്തനത്തിന് രക്തസാക്ഷിയാകാൻ ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് പോയത്. ആള് ഭൂമിയിലേക്ക് എത്തിയ ഭൂമിയിലെത്തി ചിരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ 2000 വലിയ ആഗ്രഹത്തോടു കൂടി താനിയം ധ്യാന മന്ദിരത്തിലെ ധ്യാനമൊക്കെ അവസാനിപ്പിച്ചിട്ടാണ് 2000 ജനുവരി മാസത്തിൽ ഞാൻ അങ്ങ് പോയത്. ഒരു 3 മാസം മിണ്ടാം മഠത്തിലായിരുന്നു. മിണ്ടാം മഠം എന്ന് പറഞ്ഞാൽ സാബു ധീരജ് എന്ന് പറയുന്ന അച്ഛൻ്റെ IMS അച്ഛൻ്റെ ഒരു ആശ്രമമുണ്ട്. ആ ആശ്രമത്തിൽ വടക്കേ ഇന്ത്യയിൽ നിന്നും പറഞ്ഞാൽ ഞാനത് ഗംഗായുടെ തീരത്തുള്ള ഒരു IMS അച്ഛന്മാരുടെ പഴയ പ്രൊവിഷൻ ഹൗസിലാണ് പോയത്. മിണ്ടാമഠം എന്ന് പറയുന്നത് അവിടെ ചെന്നപ്പോൾ മലയാളിയായ ഒരു മനുഷ്യൻ ഇന്ത്യ നാട്ടിൽ പോയാൽ ആരോടും മിണ്ടും, ഒരു മനുഷ്യരോടും മിണ്ടാൻ പറ്റില്ല. ഞാനിപ്പോൾ പറഞ്ഞു, എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം തരുമോ എന്ന് ഞാൻ ഹിന്ദിക്കാരോട് ചോദിക്കണം. എങ്ങനെ ചോദിക്കും ഞാൻ? നിങ്ങളോട് ചോദിച്ചാൽ ഹിന്ദിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയായിരിക്കും. അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം തരണം, വിശന്നിട്ട് വയ്യ എന്ന് ആരോട് പറയാം? അപ്പോൾ അതുകൊണ്ട് മിണ്ടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് മിണ്ടാമഠം എന്ന് പറയുന്നത്. മഠം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കോൺവെൻ്റ് എന്ന് കരുതരുത്, ഞാൻ പെണ്ണായിട്ടില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഒരു മിണ്ടാൻ സാധിക്കാത്ത ഒരവസ്ഥയിൽ 3 മാസം അവിടെ നിന്ന് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് അവിടുത്തെ സാബു ധീരജച്ചൻ വീണ്ടും എന്നെ ആഗ്രയിലേക്ക്, വലിയ ആഗ്രഹത്തോടു കൂടി ആഗ്രയിലെത്തിയപ്പോൾ അവിടെ ഇതാ കിടക്കുന്നു. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ മധുര എന്ന് പറയുന്ന സ്ഥലത്ത് ജോർജ് കുഴിക്കണ്ടം എന്ന് പറയുന്ന ഒരു സന്യാസിയെ നിഷ്കരണം കൊന്നുകളഞ്ഞിരിക്കും. അതൊരു രക്തസാക്ഷിയായ ഒരു വലിയ അനുഭവത്തിൻ്റെ സാക്ഷിയാണ് ഞാൻ പറയുന്നത്. ജോർജ് കുഴിക്കണ്ടം എന്ന് പറയുന്ന ഒരു കപ്പുച്ചിൻ സന്യാസിയെ അർദ്ധരാത്രിയിൽ 10-15 കശ്മലന്മാർ വന്ന് നിഷ്കരണം കൊന്നുകളഞ്ഞു. ഞാൻ കൊന്നതിൻ്റെ വിവരണം ഞാൻ പറയുന്നത്, അന്ന് ആ കുഴിക്കണ്ടം ജോർജ് സന്യാസി അവിടെ ഒറ്റയ്ക്കാണ്. ഒരു ഒരു ബോർഡിങ് കുട്ടിയുണ്ട്. ആ കുട്ടീനെ അച്ഛൻ കിടക്കുന്ന കയറിക്കട്ടിൻ്റെ അടിയിൽ ഒരു പായൽ കെടുത്തിയിട്ടുണ്ട്. ആ സമയത്താണ് ഇവർ അലച്ച് ബോഹളം വെച്ച് കൂക്ക് വിളിച്ചിട്ട് പറഞ്ഞത്, ആ കെടുക്കണ്ട സന്യാസിയാവാൻ നമുക്ക് അലക്കാടാന്ന് പറഞ്ഞിട്ട് വന്നു. അലക്കിയാൻ കേട്ട് അലക്കിയ ഒരുപാട് ഇരുമ്പ് തണ്ട് കൊണ്ടൊക്കെ അടിച്ച് കയ്യും കാലുകൊണ്ടും കൈകൊണ്ടൊക്കെ തടുക്കാൻ നോക്കണ്ട. എന്ത് കാര്യം? അങ്ങനെ 15 പേര് ഒരാളിനെ അങ്ങോട്ട് അലക്കി വീണു. ഈ സന്യാസിയെ അലക്കുന്നതിന് മുൻപ് തന്നെ അവർക്ക് നല്ല ബോധമുണ്ട്, ഇത് അലക്കുന്നതും കൊല്ലുന്നതും ഈ ചെറിയ കുട്ടി ഒരു 10-12 വയസ്സായ സ്കൂളിൽ പഠിക്കുന്ന ഹിന്ദി മീഡിയം സ്കൂളാണ് അവർ നടത്തുന്ന. 100-300 കുട്ടികളുടെ ഒരു ഹിന്ദി മീഡിയം സ്കൂളാണ്. ആ കുട്ടിയെ മേലെ ഒരു അകത്ത് കൊണ്ട് ആ വാതിലടച്ചിട്ടാണ് ഈ സൽക്രിയ ചെയ്യുന്നത്. അവർ ഉദ്ദേശിക്കുന്നത് എല്ലാ ഈസായികളെയും ആ മധുര എന്ന് പറയുന്ന, മധുരയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാം? ആർക്കെങ്കിലും അറിയോ? മധുര എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? എന്തിനു പ്രസിദ്ധമായിട്ട സ്ഥലമാണ്? ഉറക്കെ പറഞ്ഞേ, ഇത്ര പോരാ, ആണുങ്ങൾ പറയില്ല. ഇവിടെ നിങ്ങൾക്ക് വല്ലതും പറയാൻ കിട്ടും. മധുര എന്ന് പറഞ്ഞാൽ അവിടുത്തെ സവിശേഷത എന്താണ്? വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മധുര? ശ്രീകൃഷ്ണൻ ജനിച്ച നാടിനെയാണ്, എന്താ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല. ശ്രീകൃഷ്ണൻ ജനിച്ച നാടാണ് ഈ മധുര എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ റോമാണ്. അവരുടെ റോമിൽ നിന്ന് എല്ലാ ഈസായികളെയും തുടച്ചു നിൽക്കണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. നമ്മൾ ആ മഹാക്രിസ്തു ജയന്തിക്ക് നമ്മളെന്താ പറഞ്ഞിരുന്നതെന്നറിയോ? ലോകം മുഴുവനും വചനം പ്രഘോഷിക്കണം, എല്ലാവരും ഈശോയെ അറിയണം. അവർ പറയുന്നത് മിനിമം പരിപാടിയല്ലോ. അവർക്ക് മധുരയിൽ നിന്നുള്ള എല്ലാ ഈസായികളെയും തുടച്ചു നിൽക്കണം, ചെറിയ പരിപാടി. അപ്പോൾ ആ വലിയ ആഗ്രഹത്തോടു കൂടി അവർ വരുന്നത്, ഈ കൊല്ലുന്നത് ഒരു പുണ്യപ്രവൃത്തിയാണ്. ഈസായികൾ ഞങ്ങളുടെ ഹിന്ദുക്കളെ മാനസാന്തരപ്പെടുത്തി അവരെ ക്രൈസ്തവരാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതുകൊണ്ട് അവരെ കൊന്നുകളയണം. ഇത്രയേ ഉള്ളൂ, ചെറിയ ഒരു പരിപാടിയാണ്. അപ്പം അങ്ങനെ ഒരുപാട് അടിച്ച് അവസാനം കർത്താവിനെ മരിച്ചതിന് ശേഷം, കർത്താവിനെ എന്താ ചെയ്തത്? കുരിശുമൊക്കെ കിടന്ന് പിടച്ച് മരിച്ചതിന് ശേഷം കർത്താവിനെ എന്താ ചെയ്തത്? മരിച്ചു എന്ന് ഉറപ്പ് വരുത്താൻ എന്ത് ചെയ്തു? കുന്തം കൊണ്ട് കുത്തി വിലാവിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് രക്തമൊഴുകുന്നു. അതുപോലെ ഈ ജോർജ് കുഴിക്കണ്ടം എന്ന് പറയുന്ന സന്യാസിയുടെ ഹൃദയത്തിൽ നിന്നുള്ള അവസാനത്തെ രക്തം കൂടി ഊറ്റി കുടിക്കാൻ വേണ്ടി വലിയ കൂർത്തുമൂർത്ത പാര, ഇരുമ്പിൻ്റെ, അവിടെ അവർക്ക് കുന്തമൊന്നുമില്ല, അവരുടെ കയ്യിലുള്ള കുന്തം ഇരുമ്പ് പാര, നല്ല കൂർത്തുമൂർത്ത ഇരുമ്പ് പാര
അങ്ങോട്ട് കയറ്റി ഹൃദയത്തിൽ നിന്ന്. ആ ഹൃദയത്തിൽ നിന്ന് കൊട്ട ചോര കെട്ടൊഴി. ഇത് പിറ്റേ ദിവസം ഞാൻ പോയിട്ട് ഞാൻ ആ സ്ഥലം നോക്കി, അവിടെ ചോര കെടുക്കുന്നതൊക്കെ എൻ്റെ ഈ കണ്ണുകൊണ്ട് 2 കണ്ണുകൊണ്ടും കണ്ടതാണ്. അത്ര ഭയങ്കരമായ കഠോരമായ വേദനയാലാണ് ജോർജ് കുഴിക്കണ്ടം സന്യാസി മരിച്ചത്. ആ സന്യാസിയുടെ ശവസംസ്കാരത്തിന് ആഗ്ര കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ചാണ് ആ ശവം പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്ന് വെച്ച് കുർബാന അർപ്പിച്ച് ആ സിമിത്തേരിയുടെ ആ പള്ളിയുടെ ബാക്കിലുള്ള സിമിത്തേരിയിൽ ആ ജോർജ് കുഴിക്കണ്ടം എന്ന സന്യാസിയെ മറവ് ചെയ്തു. ആ സന്യാസിക്ക് 2 സ്വന്തം സിസ്റ്റർമാർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അവർ വന്ന് അലമുറയിടുകയായിരുന്നു. അതൊക്കെ ഞാൻ അങ്ങനെ കണ്ടു നിൽക്കുന്ന കർത്താവേ. അപ്പോഴും എൻ്റെ പ്രാർത്ഥന ഇതുപോലെ ഒരു ദിവസം ആ ആഗ്രഹയിലൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ ആഗ്രഹം ഇതായിരുന്നു, ഇതുപോലൊരു മഞ്ചയിൽ കിടക്കണം. അങ്ങനെ ആ മഞ്ചയിൽ കിടന്നാൽ, രക്തസാക്ഷിയായിട്ട് കിടന്നാൽ അപ്പം തന്നെ സ്വർഗത്തിലേക്ക് പോകാം എന്നായിരുന്നു ഞാൻ എൻ്റെ മനസ്സിൽ ധ്യാനിച്ചത്. പക്ഷെ അത് കൊല്ലാത്ത കാരണമാണ് ഇപ്പോൾ ഞാൻ ഗാഗുൽത്തായിലെ ഈ ധ്യാന മന്ദിരത്തിൽ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കുന്നത്. മുझे ऐसे मौका नहीं मिला, മരണേ को मौका नहीं मिला. അപ്പോൾ ഞാൻ മരിക്കാത്തത് കൊണ്ട് ഇന്നിവിടെ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ആ കുഴിക്കണ്ടം ജോർജ് സന്യാസിയുടെ കല്ലറ പണിതു. ആ കല്ലറയുമ്പോൾ ഞാൻ കുറേ ദിവസം കിടന്നു. മരിക്കാനുള്ള അനുഗ്രഹം കിട്ടാനും ആഗ്രഹത്തോടും കൂടി കിടന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ 3 മാസത്തെ സന്യാസം മൗനമൃതം കഴിഞ്ഞിട്ട് ആഗ്രയിലേക്ക് വന്നിട്ട് ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനെ ഒരു സന്യാസിയുടെ മരണം. തീർച്ചയായിട്ടും മിഷനറിമാർക്ക് പ്രാർത്ഥിക്കുവാനുള്ള താഴ്മയായിട്ടുള്ള അപേക്ഷയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നത്. നമ്മുടെ അപ്പനും അമ്മയും പറഞ്ഞയച്ച മക്കളാണ് അവിടെയൊക്കെ കിടന്നിട്ട് ഇപ്പോഴും ഒരുപാട് വേദനകൾ. നിങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രശ്നമില്ല, അവിടെ ആയിരിക്കുമ്പോഴും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഞാനൊരു ജെയ്ത്ത് എന്ന് പറയുന്ന ആഗ്രയിലുള്ള ഒരു പള്ളിയിലേക്ക് ധ്യാനിപ്പിക്കാൻ ജീസസ് യൂത്തിൻ്റെ കൂടെ പോയി. ഒരു 5-6 മാസം 8 മാസം കഴിഞ്ഞപ്പോൾ കുറേ ഹിന്ദിയൊക്കെ മുറി ഇംഗ്ലീഷൊക്കെ ഹിന്ദിയൊക്കെ പറയാനായിട്ട് പഠിച്ചപ്പോൾ ഞാൻ ഒരു മാസത്തെ ഒരു ക്യാമ്പിൽ, ജീസസ് യൂത്തിൻ്റെ ക്യാമ്പിൽ ഞങ്ങളൊരു 5 പേര് ജെയ്ത്ത് എന്ന പള്ളിയിലേക്ക് ധ്യാനിപ്പിക്കാൻ പോയി. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് മാറി ഒരു കുരിശുപള്ളിയുണ്ട്. ആ കുരിശുപള്ളിയിൽ 100-200 ആൾക്കാർക്ക് ഇരിക്കാവുന്ന ഒരു ഹാളുണ്ട്. അവിടെയാണ് ഞങ്ങൾ ധ്യാനിപ്പിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാ വീട്ടിലും പോയി അവരെയൊക്കെ ക്ഷണിച്ചു വരുത്തി, അങ്ങനെ ഹാർമോണിയം, തോലക്ക് അടിക്കണ, അങ്ങനെ ബാൻഡ് സെറ്റൊക്കെ വെച്ച് ഞങ്ങൾ മൈക്കൊക്കെ വെച്ച് ഉറക്കനെ പാടി സ്തുതിച്ച് പ്രാർത്ഥിച്ച് അവരെയൊക്കെ ആകർഷിച്ചപ്പോൾ ആദ്യത്തെ ദിവസം ഒരു 100 ആൾ വന്നു, പിന്നെ 150 പിന്നെ 200 ആളായി. അങ്ങനെ 250 പേര് അവസാനത്തെ ദിവസം വന്ന് ധ്യാനം ഞങ്ങൾ 4 മണിക്ക് വൈകുന്നേരം അവസാനിപ്പിച്ച് പിറ്റേ ദിവസം കാലത്ത് തന്നെ ഞങ്ങൾ ആഗ്രയിലേക്ക് പോകും. ആ 5-ാം ദിവസം ജെയ്ത്ത് എന്ന് പറയുന്ന അവിടുത്തെ അച്ഛൻ ഒരു 100 ബോർഡിംഗ് കുട്ടികളെ നോക്കുന്നുണ്ട്. രാത്രിയും പകലും 100 കുട്ടികൾക്ക് 3 നേരത്തെ ഭക്ഷണം കൊടുത്ത്, നമ്മുടെ ആകാശപ്പറവുകൾ ഇവിടെ ഉണ്ട്, അതുപോലെ 100 ബോർഡിംഗ് കുട്ടികൾ വില്ലേജുകളിൽ നിന്നുള്ള ദരിദ്രരായ, വീട്ടിൽ ഒരു ഭക്ഷണം കിട്ടാത്ത ആ പാവങ്ങളെ കൊടുന്ന് താമസിച്ചവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത്, അങ്ങനെ അവിടുത്തെ ഒരു അച്ഛൻ അവരെയൊക്കെ ശുശ്രൂഷിക്കുന്ന ഒരു 800 കുട്ടികളുള്ള ഹിന്ദി മീഡിയം സ്കൂളാണ് അച്ഛൻ നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ സ്കൂളും ഈ ബോർഡിങ് കൂടി ആയാൽ പിന്നെ അച്ഛനെ ഇടവകയിൽ ഒന്നും നോക്കാൻ തരും, ഒരു അച്ഛൻ തന്നെ ഉള്ളൂ. ഞങ്ങൾ അവിടെ സന്ദർശിച്ചപ്പോൾ, ജെയ്ത്ത് എന്ന് പറയുന്ന ഇടവകയിൽ സന്ദർശിച്ചപ്പോൾ, ഒരു 100 കൊല്ലങ്ങൾക്ക് മുൻപ് അവിടെ ഇറ്റലിയിൽ നിന്ന് വന്ന കപ്പൂച്ചിൻ അച്ഛന്മാർ അവിടെ സുവിശേഷ വേല ചെയ്തിട്ട് ഒരു 500 പേരെയെങ്കിലും മാമോദീസ മുക്കിയിട്ടുണ്ട്. ഈ 500 പേരുടെയും ഇപ്പോഴത്തെ അവസ്ഥ 8 ആളാണ് അവിടെ ഞായറാഴ്ച പള്ളിയിൽ വരുന്നത്, പിന്നെ ഒരെണ്ണം പള്ളിയിൽ വരുന്നില്ല. അതിന് കാരണം അവരെ നോക്കാൻ, അവരെ പ്രോത്സാഹിപ്പിക്കാൻ, നമ്മുടെ കൂദാശകൾ അവർക്ക് എപ്പോഴെപ്പോഴും കിട്ടാൻ, പള്ളിയിലേക്ക് അവരെ വരുത്താൻ, അതിനുള്ള പരിശ്രമത്തിന് അച്ഛന് സമയമില്ല. അപ്പോൾ അങ്ങനെ ഈ 500 പേരും പോയിട്ട് 8 പേരാണ് പള്ളിയിൽ വരുന്നത്. അങ്ങനെ 8 പേരെ എണ്ണാൻ എനിക്ക് സാധിച്ചത്, ഞാൻ 1 മാസം അവിടെ നിന്നു. ബോർഡിങ്ങിലുള്ള കുട്ടികളോട് കൂടെ നിന്നിട്ട് ഹിന്ദി നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ. അപ്പം ഞാനും ഹാർമോണിയൊക്കെ വായിച്ച്, ആ കുട്ടികൾ തോലൊക്കെ വായിച്ച്, അങ്ങനെ പാട്ട് കുർബാനയ്ക്കൊക്കെ അവർക്ക് പ്രോത്സാഹനം നൽകിയിരുന്നു. അതുകൊണ്ട് ഞായറാഴ്ചയൊക്കെ 1 മാസം ഞായറാഴ്ച 4 ഞായറാഴ്ച ഞാനുണ്ടായിരുന്നു. പക്ഷേ 8 പേരാണ്
പള്ളിയിലേക്ക് വരുന്നത്. ഞാൻ നിങ്ങളുടെ അപേക്ഷ വീണ്ടും നിങ്ങളോട് ഒന്നുകൂടി അപേക്ഷ വയ്ക്കുന്നത്, നമ്മുടെ ഈ വടക്കേ ഇന്ത്യയിൽ ഇതുപോലെ മിഷൻ പ്രവർത്തനം പണ്ട് കാലത്ത് ചെയ്തിട്ട് അതിനെ ഫോളോ അപ്പ് ചെയ്ത് അവരെ പള്ളിയിലേക്ക് വീണ്ടും വീണ്ടും വരുത്തുവാനുള്ള പരിശ്രമത്തിന് അച്ഛന്മാരില്ല, അവിടെ പ്രവർത്തിക്കാൻ മിഷനറിമാരില്ല. അപ്പോൾ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. നമുക്ക് കർത്താവ് പറഞ്ഞതുപോലെ വിളവേറെ വിലക്കാരെ ചുരുക്കം, അതുകൊണ്ട് വിളവിൻ്റെ നാഥനായിട്ട പിതാവ് ദൈവത്തോട് നിങ്ങൾ വിളവിനെ പാകം ചെയ്ത വിളവ് കൊയ്തെടുക്കാനുള്ള കൃഷിക്കാരെ അയക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നമ്മുടെയൊക്കെ പ്രാർത്ഥനയാണ് സ്വർഗത്തോളം എത്തിയാൽ ഈശോ തന്നെ പറയാണ്, പിതാവായ ദൈവം ഈ കർഷകരെ അയക്കും. കർത്താവിൻ്റെ വിളി കേട്ട് അവിടുത്തെ കുരിശിൻ്റെ വഴിയിലൂടെ പിൻചെന്ന് ഇതുപോലെ രക്തസാക്ഷികളാകാനുള്ള വലിയ തീക്ഷ്ണതയോടുകൂടി മിഷനറിമാർ വരുമ്പോഴാണ് അവിടെ ഈ മാമോദിസ മുങ്ങിയ 500 പേരെ വീണ്ടും വീണ്ടും കൊണ്ടുവരുവാനായിട്ട് സാധിക്കുക. ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ നിങ്ങൾക്കറിയാം, അത്ര എളുപ്പത്തിലൊന്നും നമുക്ക് മാമോദിസം വെക്കാനും പറ്റില്ല. ഭയങ്കരമായിട്ടുള്ള മതഭ്രാന്തന്മാർ ഒരുപാട് ഉള്ള ഒരു നാടാണ് വടക്കേ ഇന്ത്യ, പ്രത്യേകിച്ച് UP എന്ന് പറയുന്നത്. ഇപ്പോൾ തമ്പുരാൻ്റെ മക്കൾ എന്നാലും രഹസ്യമായിട്ട് നമുക്ക് എവിടെയാണ് കൂടുതൽ രക്തസാക്ഷികൾ ഉണ്ടാകുന്നതോ അവിടെയാണ് കൂടുതൽ വിശ്വാസം വർദ്ധിക്കുക. നമുക്കറിയാം, ഒറീസയിൽ ഒരു ഗ്രാമത്തിൽ ഈ ക്രിസ്മസ് നാളിലാണ് അവിടെയുള്ളവരെ ക്രിസ്ത്യാനികളെ നിഷ്കരണം കൊന്നുകളഞ്ഞത്. ഞാനത് സ്ഥലം പെട്ടെന്ന് ഇങ്ങോട്ട് പറയാൻ കിട്ടില്ല. അപ്പോൾ ആ സ്ഥലത്ത് അവിടെ ഇപ്പോൾ ഒരുപാട് ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ മാമോദിസ സ്വീകരിച്ചുകൊണ്ട് കണ്ടമാലിൽ ഇപ്പോൾ ഒരുപാട് ക്രിസ്ത്യാനികൾ വർദ്ധിച്ചു വരണം. കണ്ടമാലിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? കണ്ടമാൽ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഒറീസയിലുള്ള ഒരു ഗ്രാമമാണ്. അവിടെയുള്ള പള്ളികളൊക്കെ തടിച്ച് ഉറച്ചു. അവിടെയുള്ള ഒരു അമ്മച്ചി ഡിവൈനിൽ, ഞാൻ 14 കൊല്ലം ഡിവൈനിൽ ധ്യാനിപ്പിക്കാൻ പോയിരുന്നു, ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് വന്ന് കണ്ണുനീര് വാർത്ത് കൊണ്ട് കരയുകയായിരുന്നു. എന്തായിരുന്നു ആ അമ്മച്ചിയുടെ കരച്ചിൽ? അമ്മച്ചിയുടെ മക്കളും വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ 24 വയസ്സായിട്ടുള്ള തൻ്റെ മൂത്ത മകനെ, ആ അമ്മച്ചിയുടെ മകനെ 10-15 കശ്മലന്മാർ വന്ന് വിളിച്ചിട്ട് ആണ്ട് വന്നറാന്ന് പറഞ്ഞു. അപ്പം അവൻ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനാവെന്ന് വിചാരിച്ചിട്ട് ഓടിച്ചെന്നു. 1-2 ആൾ വന്നിട്ട് നീ വന്നറാ മോഹന എന്ന് പറഞ്ഞിട്ട് മോഹനെ വിളിച്ചു. മോഹനെ ഓടിച്ചെന്നു. മോഹൻ്റെ മോഹമെല്ലാം തകർന്ന് തരിപ്പണമായി അടിച്ച് ഇരുമ്പ് കൊണ്ടൊക്കെ ആ അമ്മയുടെ കൺമുൻപിലിട്ട് അടിച്ച് കൊന്നു. ആ അമ്മയാണ് എൻ്റെ അടുത്ത് വന്ന് നിലവിളിച്ചത്. നോക്കുക, ആ അമ്മ അപ്പോഴും നിലവിളിച്ചതിന് ശേഷം എൻ്റെ മകൻ രക്തസാക്ഷിയായിട്ട് സ്വർഗത്തിലായിരിക്കും എന്ന ആ ക്രിസ്ത്യാനിയായിട്ടുള്ള അമ്മച്ചിക്ക് നല്ല ഉത്ബോധമുണ്ട്. അപ്പം അങ്ങനെ രക്തസാക്ഷിയായി തീർന്നാൽ ആ നിമിഷം തന്നെ ആൾക്ക് സ്വർഗത്തിലെത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അതിനാണ് ഞാൻ ഓടിപ്പോയത്. അല്ല രക്തസാക്ഷിയാവാൻ പറ്റുമെന്ന്. പക്ഷേ രക്തസാക്ഷിയാവാനുള്ള ആഗ്രഹം മാത്രം നിലനിന്നു മരിക്കാതെ പോകുന്നു ഞാൻ. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടാകുമ്പോൾ ദൈവം നമ്മളെ വളരെയധികം അനുഗ്രഹിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കണ്ടമാലിലൊക്കെ ഒരുപാട് രക്തസാക്ഷികളുണ്ടായി. വേറൊരു അപ്പച്ചൻ, കണ്ടമാലിലുള്ള ഒരു അപ്പച്ചൻ, ആൾ ഡൽഹിയിൽ ജോലി ചെയ്യണം. ആളുടെ ഭാര്യയും 3 മക്കളും വീട്ടിലുണ്ടായിരുന്നു. ഈ കണ്ടമാലിൽ ഈ വിപ്ലവത്തിൻ്റെ സമയത്ത് ഈ അമ്മച്ചിയും 3 മക്കളും കൂടി കാട്ടിലേക്ക് ഓടി. കാട്ടിലെവിടെയോ ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ്. അവർക്ക് തിന്നാനും കുടിക്കാനും എന്താ കിട്ടുകയെന്നറിയില്ല. ഈ അപ്പച്ചൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ നിന്നും ഡിവൈനിലേക്ക് ധ്യാനത്തിന് വന്നു. എൻ്റെ ഭാര്യേനെ എവിടെ കിട്ടും? ഇപ്പം അങ്ങോട്ട് ചെല്ലാനും പറ്റാത്തൊരവസ്ഥയിലാണ്. ചെന്നിട്ട് ഇപ്പം ഇനി വീട് മാത്രമേ ഉള്ളൂ. വീട് ആപ്പോട്ടിട്ടിരിക്കാം. അവരെവിടേക്കാണ് പോയി എന്നറിയില്ല. എവിടെ ചെന്നിട്ട് അന്വേഷിക്കുക? കാടിൻ്റെ ഉള്ളിലാണ്. ഒരുപാട് കാടുകളുള്ള സ്ഥലമാണ്. അപ്പം അങ്ങനെ അപ്പച്ചൻ വന്നിട്ട് കരഞ്ഞു പറഞ്ഞു, എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എവിടെ പോയി എന്നറിയില്ല. ഞാനിനി ധ്യാനം കൂടിയിട്ട് ആ ധ്യാനത്തിൻ്റെ ശക്തിയിൽ ഈശോ എൻ്റെ ഭാര്യയെയും കുട്ടികളെയും തിരിച്ചു കൊണ്ടുവരും. ഞാൻ അവരെ തല്ലിക്കൊന്നൊന്നറിയില്ല. അപ്പോൾ ആ വേദനയോട് കൂടിയിട്ടാണ് ജോലി ചെയ്യുന്ന തൻ്റെ ഭാര്യയെയും മക്കളെയും തീറ്റിപ്പറ്റാൻ വേണ്ടി ഡൽഹിയിൽ കിടന്ന് ജോലി ചെയ്യുന്ന അഭ്യസ്തവിദ്യനായ ഒരു ഓഫീസറായിട്ടുള്ള അദ്ദേഹം കരഞ്ഞ് പറഞ്ഞു, ഈശോയാൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ മക്കളെയൊക്കെ ഓർത്തുകൊണ്ട് ഇരുന്ന ഇരിപ്പിൽ തന്നെ ഒന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. ഉറക്കനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളുടെ മിഷനറിമാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ലോകത്തിന്റെ മുഴുവൻ പാപത്തിന് പരിഹാരമായിട്ട് കുരിശിൽ കിടന്ന് പിടഞ്ഞ ഈശോയെ, ആ മിഷനറിമാർക്ക് അങ്ങേക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകുന്ന മിഷനറിമാർക്ക് അങ്ങ് കരുത്ത് നൽകണമേ. വചനം പങ്കുവയ്ക്കുവാൻ കരുത്ത് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളുടെ ഈ കേരളത്തിലും മാത്രമേ ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ട് വചനം പങ്കുവയ്ക്കാനൊക്കെ സാധിക്കുന്നുള്ളൂ. കർത്താവേ, വടക്കേ ഇന്ത്യയിൽ ഇതുപോലെയൊന്നും സ്തുതിച്ച് പ്രാർത്ഥിക്കുവാൻ, പരസ്യമായിട്ട് അങ്ങേക്ക് ആരാധന നടത്തുവാൻ സാധിക്കാത്ത വിധത്തിൽ അത്രയും
മതതീക്ഷ്ണത വന്നിട്ടുള്ള, അല്ലെങ്കിൽ മനുഷ്യനായിട്ട് കാണാൻ സാധിക്കാത്ത വിധത്തിൽ, ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുവാൻ അനുവദിക്കാത്ത വിധത്തിൽ മതഭ്രാന്തന്മാർ തിങ്ങി നിൽക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുനാമത്തിൽ അവർക്ക് മാനസാന്തരം നൽകണമേ. സുപ്രീം കോർട്ട് അനുവദിച്ചിട്ട് പോലും പ്രാർത്ഥിക്കാൻ, സ്വതന്ത്രമായി പ്രാർത്ഥിക്കുവാൻ കർത്താവേ മനുഷ്യ മക്കൾക്ക് സാധിക്കാതെ വരുന്ന കർത്താവേ, ഇതിനേക്കാളും കഠോരമായിട്ടുള്ള അവസ്ഥകളാണ് നൈജീരിയയിൽ. മനുഷ്യനെ കർത്താവേ, ക്രിസ്ത്യാനികളെ നിഷ്കരണം കൊന്നുകളയുന്ന ഒരു രാജ്യമാണ് നൈജീരിയ. നമുക്കറിയാവുന്നതുപോലെ ചൈനയിൽ മതസ്വാതന്ത്ര്യമില്ല, ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുവാൻ പള്ളികളില്ല, പള്ളികളൊക്കെ തല്ലിപ്പൊളിക്കുന്ന പല രാജ്യങ്ങളുമുണ്ട്. കർത്താവേ, ഞങ്ങളുടെ ഈ സ്വാതന്ത്ര്യം അങ്ങേയും സ്തുതിച്ച് ആരാധിക്കുവാൻ നൽകിയതിനോർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ മിഷണറിമാർക്ക് കൂടുതൽ കൂടുതൽ ശക്തിയിൽ അങ്ങയെ സ്തുതിക്കാൻ, അങ്ങയെ ആരാധിക്കുവാൻ അവർക്ക് സ്വാതന്ത്ര്യം നൽകണമേ. അമ്മേ മാതാവേ, എല്ലാ മിഷണറിമാർക്കും വേണ്ടിയും കൃപ ചൊരിയണമേ. ആമേൻ.